ഹലോ, ഞാൻ വൃന്ദ. എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്രിസ്റ്റാലിനോ ഒക്കെ ഒരു വെച്ചിരിക്കുന്ന ഒരു പോർഷനിൽ ഞാൻ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ അത്യാവശ്യം ഒത്തിരി കളക്ഷൻ ഇല്ല, എന്നാൽ കൂടിയിട്ടും നമ്മുടെ ഉള്ള പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഒന്നും ഒത്തിരി ഇല്ല കേട്ടോ, അത്ര എക്സ്പെക്ട് ചെയ്യേണ്ട ആരും. കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ആ ഉള്ള കളക്ഷൻസ് മാക്സിമം ലഷാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒരു നല്ല വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വായോ. നമ്മുടെ കുഞ്ഞ് ഗാർഡനിലെ കുഞ്ഞ് സ്പേസുകളാട്ടോ. ഇവിടെ നമുക്ക് ഒത്തിരി സ്പേസ് ഇല്ല, ഉള്ള സ്പേസിലെല്ലാം കംപ്ലീറ്റ് ഷെഡുകളാണ് കേട്ടോ. അപ്പൊ ഇവിടെ നടക്കാനുള്ളൊരു ചെറിയ സ്പേസേ ഉള്ളൂ. ഇതിപ്പം നമ്മുടെ അടുക്കള വശത്തോട്ട് നമുക്ക് ഇങ്ങനെ പോകാനുള്ളൊരു ചെറിയ സ്പേസ് ആണ്. അപ്പൊ അതിന്റെ ഈ രണ്ടു വശത്തും ഞാൻ കുറച്ച് ബിഗോണിയുടെ പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ബിഗോണിയുടെ കുറച്ച് ലീഫൊക്കെ എടുത്ത് ഇങ്ങനെ കുത്താൻ തുടങ്ങിയപ്പോഴേ ബാജൂസ് പറഞ്ഞേ, അമ്മ ഈ ലീഫൊക്കെ എടുത്ത് കട്ടിങ്സ് വെക്കുന്നത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്താലോ, ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പം ഇത് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഇതാ നോക്കി, നമ്മുടെ ബിഗോണിയുടെ പ്ലാന്റ്സ് ഉണ്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ബിഗോണിയുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെയാണ്. ഇതൊക്കെ നല്ല നല്ല വെറൈറ്റികളാണ്. ഇതിന്റെ പേരുകളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ബിഗോണിയെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കൊക്കെ പേരുകളൊക്കെ അറിയാവുന്നതായിരിക്കും. അപ്പൊ അവരൊക്കെ ഇന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഇതാ നോക്കി, എല്ലാം നല്ല 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 ലീഫൊക്കെ നല്ല വിഗർനെസ് ഉള്ള പ്ലാന്റുകളാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ, എസ്പെഷ്യലി നമ്മൾ ബിഗോണിയ ഫോളേജ് പ്ലാന്റ്സുകൾക്ക് എല്ലാം നമ്മൾ ചെയ്യേണ്ടത് നൈട്രജൻ അടങ്ങിയ NPKs നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ ബാസാക്കോട്ട ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബാസാക്കോട്ടയും നമ്മൾ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇതിന് കൃത്യമായിട്ട് നമ്മൾ വളം കൊടുക്കും. പിന്നെ അത്യാവശ്യം ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണെന്ന് അറിയാം. അത്യാവശ്യം എയർ സർക്കുലേഷൻ പാസ് ചെയ്യുന്നിടത്ത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ ഒരു പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു പോർഷനിൽ വേണം നമ്മൾ എപ്പോഴും ബിഗോണിയ ഫോളിയേജ് പ്ലാന്റ്സുകളൊക്കെ നമ്മൾ അവരെ നമ്മൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ അത്യാവശ്യം വെട്ടം കിട്ടും, കിഴക്കൂന്നുള്ള വെട്ടവും കിട്ടും. ഈ ഷെയ്ഡ് ആയതുകൊണ്ട് കിഴക്കൂന്നുള്ള വെട്ടവും കിട്ടും. അത്യാവശ്യം നമ്മുടെ പ്ലാന്റുകളൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് സുന്ദരികളായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് നമ്മുടെ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ്, ഇപ്പൊ ഒക്കാറോ വന്നാലോ മറ്റുള്ള പ്ലാന്റ്സുകളൊക്കെ വന്നാലും നമുക്ക് ഇവരോടൊരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗോണിയ ഇഷ്ടപ്പെടുന്ന ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്കൊക്കെ ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ബിഗോണിയുടെ ഒരു പ്രൊപ്പഗേഷനും, നമ്മൾ ബിഗോണിയ കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പൊ അതും ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ അത്യാവശ്യം നമ്മുടെ ഈ പ്ലാന്റുകളിലൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇതിന്റെ ഏറ്റവും താഴത്തെ ലീഫുകൾ അത്യാവശ്യം നന്നായിട്ട് മെച്ചുറായ ലീഫായിരിക്കണം. പിന്നെ കുറച്ച് ഫെയ്ഡ് ആയിട്ട് ഇപ്പം ചെറുത് പ്രാണികളൊക്കെ കഴിച്ച ലീഫുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത ലീഫുകൾ കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ലീഫുകളൊക്കെ നോക്കി ഞാൻ കട്ട് ചെയ്ത് എടുക്കും കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ബിഗോണിയ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്യുക അമ്മ. നമുക്ക് കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കണം, കുറച്ച് ചെടികളൂടെ ആക്കണ്ടേ. ഇവിടെ നിന്നെല്ലാം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് സഹായിക്കാൻ ഇവിടെ ധ്വനിയുണ്ട് കേട്ടോ കൂടെ. അയ്യോ, എടുത്ത് ഞാൻ ഇവിടെ നേരത്തെ 2 കട്ടിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ മെച്ചുറായ ലീഫ് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. എന്നാലേ ആ ലീഫ് കറക്റ്റ് നന്നായിട്ട് വെയിൻ ഓടി തുടങ്ങിയ ലീഫുകൾ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നന്നായിട്ട് മെച്ചുറായ ലീഫുകൾ നോക്കി വേണം കട്ട് ചെയ്യാൻ. ഇത് ബിഗോണിയ ആണെന്ന് എന്നോട് പറഞ്ഞില്ലയോ ഞാൻ? ഇതെല്ലാം ബിഗോണിയ ചെടികളാണേ. നമുക്ക് ഇവിടെ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താലോ. കുറെയൊക്കെ ഞാൻ അവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കട്ടിങ്സും നമ്മൾ നേരത്തെ കുത്തി ഇന്നത്തെ പണി കുറെ ബിഗോണിയുടെ കട്ടിങ്സ് ഒക്കെ എടുത്തായിരുന്നേ. ഇന്ന് നമ്മൾ നേരത്തെ കുറച്ച് ബിഗോണിയുടെ കട്ടിങ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഇവരെ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് മീഡിയം എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് നമ്മൾ മണൽ കലർന്ന ഒരു മീഡിയമാണ്. നമ്മൾ എപ്പോഴും ഈ ബിഗോണിയ അല്ല, നമ്മൾ ഏത് പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ പെട്ടെന്ന് അഴുകി പോകാനുള്ള, മണ്ണിൽ നിന്ന് പല രോഗങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഫംഗിസൈഡ് ഇതിനകത്ത് ഇടാറുണ്ട്. ഞാൻ ഇതിനകത്ത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് സ്യൂഡോമോണസ് ആണ്. അപ്പോൾ അതൊരു ചെറിയൊരു പ്രൊപ്പോർഷനിൽ നമ്മൾ ഇതിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് വെച്ചിട്ടുണ്ട്.
ഒന്ന് ഇളക്കി വിടാം നമുക്കിത്. ഈ ചെറിയ ചെറിയ കപ്പുകളിലാവുമ്പം പെട്ടെന്ന് പ്ലാന്റ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് വളർന്ന് കിട്ടും. അപ്പം നമുക്കിതൊരു കസ്റ്റമർക്ക് കൊടുക്കാനാണേലും കുറച്ച്, അതായത് ഒരു പ്ലാന്റ് ആയിട്ടായിരിക്കത്തില്ല നിൽക്കുന്നത്, 1-2 പ്ലാന്റുകളായിട്ട് ഒന്ന് ലഷായിട്ട് നിൽക്കും. അപ്പോൾ അത് വാങ്ങുന്നവർക്കും ഒരു സന്തോഷമായിരിക്കും, നമുക്ക് കൊടുക്കുമ്പോഴും നമുക്കൊരു സന്തോഷമായിരിക്കും. പിന്നെ ബിഗോണിയാണ് നമുക്ക് കഴിവതും നമ്മൾ ഓൺലൈനിൽ വലുതായിട്ട് അയക്കാറില്ല, എന്നാലും അത്യാവശ്യക്കാർ ചോദിക്കുന്നവർക്ക് മാത്രം നമ്മൾ അയക്കാറുണ്ട്. ഞാനപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഈ നോഡ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഇത് ഞാനിങ്ങനെ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് വെക്കും. കാരണം എന്തിനാണെന്നറിയാമോ, ഈ നോഡിൽ നിന്ന് ഇവിടുന്ന് പുതിയ തൈകൾ ഉണ്ടാവും. ഇതാ നമ്മൾ കട്ടിങ്സ് എടുത്ത് കുത്താൻ പോവാണേ. അപ്പം ഇങ്ങനെ 2 കട്ടിങ്സ് ഉണ്ട്, മെച്ചുവർ ആയിട്ടുള്ള കട്ടിങ്സ് ആണ്. അപ്പം ഞാൻ എന്താണ്ടേ ഇങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുത്തിട്ട്, അതുപോലെ ഈ ലീഫ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലേശം മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം പ്ലാന്റ് പെട്ടെന്ന് തന്നെ നമുക്ക് മുളച്ചു കിട്ടും. ആണോ? അമ്മ നിന്നെയാണ് ഇനി അടുത്ത ഒരു പിൻഗാമിയാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഇവളെ കേട്ടോ, ധ്വനിയാണ് കേട്ടോ, അനിയന്റെ മോളാണ്. പക്ഷെ അത്യാവശ്യം നമ്മൾ ചെടികളോടൊക്കെ ഇൻട്രസ്റ്റ് കൂടുതലാണ്. എനിക്കൊന്ന് ബജൂസിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഇപ്പൊ കൂടുതൽ ഇവർ 2 കുട്ടികളാട്ടോ, ഭക്തയും ധ്വനിയുമാണ്. ഞങ്ങളുടെ ചുന്ദരികളാണ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ ഒന്ന് വെക്കാനും എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വിളിക്കുന്നത് ഇവരെയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ നടുന്ന കാണുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കും, എല്ലാത്തിനും ചട്ടി എടുത്തുകൊണ്ട് തരാനും പറക്കി വെക്കാനും എല്ലാത്തിനും നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇവളുമാരെല്ലാരും സുന്ദരികളാണ് ഞങ്ങളുടെ. നമുക്കത് അല്ലാതെ തന്നെ ഇപ്പൊ ഞാൻ ഈ നോഡ് എടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ എടുത്തത് നോക്കി ഇങ്ങനെ അത്യാവശ്യം നല്ല മെച്ചുവർ ആയിട്ടിരിക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് ഈ താഴത്തെ ലീഫിന്റെ നോഡ് ഉണ്ടല്ലോ, ആ നോഡ് ഈ മണ്ണിൽ മുട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് റൂട്ട് മുളച്ചു കിട്ടും. ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്കൊരു 2-3 പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ബിഗോണിയ ചെടി. ഒന്ന് മനസ്സ് വെച്ചാലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്, പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബിഗോണിയ. ആദ്യ സമയങ്ങളിലൊക്കെ നമ്മളിവിടെ ബിഗോണിയ ആയിരുന്നു കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനുള്ള പോട്ടേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ കുറച്ച് നമ്മുടെ ഈ ലീഫിന്റെ ഈ ഒരു എഡ്ജ് പോർഷൻ ഉണ്ടല്ലോ, ഇത് ഞാനൊരു ഇച്ചിരി ഇങ്ങോട്ട് ചേർത്ത് വെച്ചൊന്ന് കട്ട് ചെയ്യും. എന്നിട്ട് ആ ലീഫും ഞാൻ കുത്തി കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ ലീഫും വാട്ടർ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ചെയ്യുവാണ്. ഇത് നമ്മുടെ വേറൊരു മെത്തേഡാണ്. അപ്പൊ ഇവിടെ നിന്ന് തൈകൾ ഫോം ചെയ്യും. നമ്മളിതൊരു 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമേ. അപ്പൊ ഇതെങ്ങനെയാണ് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വാട്ടർ പ്രൊപ്പഗേഷൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്ടർ പ്രൊപ്പഗേഷൻ വേണ്ടിയിട്ടേ. അപ്പൊ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വാട്ടർ പ്രൊപ്പഗേഷൻ. നമ്മുടെ ഈ ചട്ടികളുടെ സൈഡിലെല്ലാം അപ്പൊ പെട്ടെന്ന് നമുക്കൊന്നും കിട്ടിയില്ല, ഒരു കട്ടിങ്സ് വെക്കാൻ നമുക്കൊരു ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ ഈ ചട്ടികളുടെ ഒക്കെ സൈഡിൽ ചെറുതായിട്ട് ഒന്ന് ഹോളിട്ട് സൈഡിൽ തന്നെ വെക്കും. ഞാൻ പെട്ടെന്ന് നിങ്ങളെ കാണിച്ചത് ഇവിടെ നമ്മൾ നേരത്തെ വെച്ചൊരു പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ ചെറിയൊരു കുഞ്ഞു തൈ മുളച്ചു വരുന്നതാണ്. എല്ലാ ചട്ടികളിലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ എല്ലാ ചട്ടികളിലും ഇതേപോലെ നോക്കി ഇത് കണ്ടോ, തൈകൾ മുളച്ച് തുടങ്ങുന്നുണ്ടോ. ഇങ്ങനെ ഒരു ചട്ടി പോലും നമ്മൾ വേക്കൻ്റ് ആക്കി വെക്കത്തില്ല. എല്ലാ ചട്ടികളിലും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ തൈകൾ പിടിപ്പിച്ചു വെക്കും. എന്നിട്ട് നമ്മൾ വേറെ പോട്ടുകളിലേക്ക് മാറ്റി കൊടുക്കും. പെട്ടെന്ന് ചട്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഉപാധിയാട്ടോ. ഇനിയിപ്പോ ബാക്കിയുള്ള ചട്ടി എടുക്കാനുള്ള ക്ഷമയില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഈ ലീഫുകൾ കളയാനും പറ്റത്തില്ലല്ലോ, നമ്മൾ എടുത്തു പോയല്ലോ, കുറച്ച് ലീഫുകൾ കൂടുതൽ എടുത്തു പോയേ. അതുകൊണ്ട് ഈ ലീഫുകളെല്ലാം നമുക്ക് ഇതിനകത്ത് ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ ഞാൻ ഈ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത നമ്മുടെ ഒരു ക്യാബേജ് ബിഗോണിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ക്യാബേജ് ബിഗോണിയുടെ പ്ലാന്റുകൾ നമ്മൾ വളരെ സെൻസിറ്റീവ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ക്യാബേജ് ബിഗോണിയുടെ പ്ലാന്റുകൾ നമ്മൾ ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തൊക്കെ കുറച്ച് പ്ലാന്റുകൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതിലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് ഈ ചട്ടിയെല്ലാവേ നമുക്കൊരു സ്ഥലത്തോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഞാൻ വേറൊരു സൂത്രം കൂടെ കാണിക്കാമേ.
ഇത് നമ്മൾ അത്യാവശ്യം വെക്കുന്നത് ഒരു ഇച്ചിരി ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള ചട്ടികൾ കൊണ്ടുവെക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. ഒരു തണുത്ത ഒരു അന്തരീക്ഷം കിട്ടുന്ന ഭാഗത്ത് വേണം കൊണ്ടുവെക്കാൻ. പിന്നെ കൈ കൊണ്ടൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണം. വെള്ളമൊക്കെ അധികമായിട്ട് വേണ്ട, ചെറിയ രീതിയിൽ വെള്ളം തളിച്ചു കൊടുക്കണം. നമുക്ക് ഇനി ധ്വനിയുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനേ. ഞാൻ നമ്മുടെ ഈ ഷെഡിന്റെ പല സ്ഥലങ്ങളുണ്ടല്ലോ, എല്ലാ ഷെഡിന്റെയും പല സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ നോക്കിയാൽ കാണാം, എല്ലാ ചട്ടികളിലും ഞാൻ ഇതേപോലെ കട്ടിങ്സ് വെച്ച് ഇങ്ങനെ കുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാ മോനെ? എന്തുവാന്നോ? അതെന്തോ അത് ബിഗോണിയ ചെടിയാ, ബിഗോണിയ ചെടി. ഇത് ബിഗോണിയ ചെടിയാ. ഇത് നമുക്ക് ഈ കട്ടിങ്സ് എല്ലാം നമുക്ക് ഇവിടോട്ട് പറക്കി വെക്കാം. ഇവിടെ ഓൾറെഡി സ്ഥലമില്ല. ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ നോക്കിയേ, ചട്ടികളിൽ നിൽക്കുന്ന ചെടികളെ കണ്ടോ? ഇത് നല്ല ലക്ഷായിട്ട് വളരും. നമ്മൾ ഒരാഴ്ച ഇനി 19 കൂടെ നമ്മൾ കലക്കി ഒന്ന് ഒഴിക്കാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മുളച്ച് നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. നമുക്ക് ഇതെല്ലാം ഒന്ന് പറക്കി വെക്കാമേ. അപ്പൊ കണ്ടില്ലേ, നമ്മൾ കുറെ ബിഗോണിയാസ് എല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കുറച്ച് കുറ്റിക്കുരുമുളക് വെച്ചിട്ടുണ്ട്, അതിന്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷമാണ്. നമ്മുടെ ഈ ഓർക്കിഡ്സിന്റെ ഒക്കെ ഷെഡിന്റെ താഴെയാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാവേ. ഈ ഒരു ഷെഡിലും നമ്മൾ കുറച്ച് ബിഗോണികൾ ഇവിടെയും നമ്മൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെയും നമ്മളിങ്ങനെ അവിടുന്ന് അത്യാവശ്യം ഒന്ന് റെഡി ആവുന്ന പ്ലാന്റുകൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റും. ഇത് കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ചുകൂടെ ഒന്ന് NPK ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് ലക്ഷമാകുമ്പോൾ നമ്മൾ അപ്പുറത്തെ ഷെഡിനകത്തോട്ട് കൊണ്ടുവന്ന് നിരത്തി വെക്കും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ബിഗോണിയുടെ പ്രൊപ്പഗേഷൻ ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പം ഒരു 2-3 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ നമുക്ക് ധാരാളം പ്ലാന്റ്. നമ്മുടെ ബിഗോണിയ ചെടിയുടെ പ്രൊപ്പഗേഷൻ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആട്ടോ ബിഗോണിയ. കാരണം വാട്ടർ പ്രൊപ്പഗേഷൻ വഴിയും ലീഫ് വഴിയും ഒക്കെ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്. പെട്ടെന്ന് വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അത്യാവശ്യം ഒരു ചെറിയൊരു വരുമാനത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഉപാധിയാണിത്. ഞാൻ പെട്ടെന്ന് പറയുന്നത്, ഞാനും ഒരു വീട്ടമ്മയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ഇനി നമ്മളിപ്പം പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടില്ല. ഒരു 4 ആഴ്ചയും കൂടെ കഴിയാതെ നമുക്ക് പ്ലാന്റ് സെയിലിനാവത്തില്ല. കാരണം ഇപ്പൊ നിങ്ങൾ കണ്ട പ്ലാന്റുകളൊക്കെ അപ്പൊ ഈ വളർന്നു വരുന്ന ഈ 2-3 തൈകൾ നല്ല ലക്ഷായിട്ട് നമുക്ക് വളർന്നു കിട്ടും. അപ്പൊ നമുക്ക് കൊടുക്കാനാണെങ്കിലും കസ്റ്റമർക്ക് കൊടുക്കാനാണെങ്കിലും സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റും. ബിഗോണിയാണ് നമ്മളിപ്പോ ഒരു പ്ലാന്റ് ആയിട്ടൊക്കെ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയ പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറച്ച് ആരോഗ്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം മാക്സിമം വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പൊ നെക്സ്റ്റ് ഒരു നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.